അതിന്റെ ബഹളോടി നടക്കുന്നത്. വാ ഹോംവർക്ക് ചെയ്യാം. മതി. ഓക്കെ, രണ്ടുപേരും കൂടെ ഷോർട്സ് ഒക്കെ എടുത്ത് ഇനിയിപ്പോൾ അടുത്തത് ഹോംവർക്ക് പഠിത്തത്തിലോട്ട് നീങ്ങിയിട്ടുണ്ട്. ഇച്ചൂസ് പഠിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ബുക്കൊക്കെ എടുക്കുമ്പോൾ തന്നെ ഉറങ്ങണം എന്നൊക്കെ പറയും. ഉറക്കം വരണം, ഫുഡ് കഴിക്കണം, വെള്ളം കുടിക്കണം, അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം എന്തായാലും പഠിക്കാനായിട്ട് റെഡിയായി വന്നേക്ക് കഴിച്ചു. റെഡിയായിട്ട് വന്നതൊന്നുമല്ല, ഞാൻ കഷ്ടപ്പെട്ട് വിളിച്ചുകൊണ്ട് വന്നത്. അവൻ എഴുതാനാണ് മടി. പിടിച്ചോ. അയ്യോ അത് എഴുതിക്കൂടാ. അയ്യോ അത് പഠിപ്പിച്ചില്ല. അത് എഴുതിക്കൂടാ. ഇതാണ് ഹോംവർക്ക്. ഒരു പാട്ട് പാട്. പാട്ട് ഇത് പടം കൊടുത്തിട്ടുള്ള ആ പടം എന്തുവാണെന്നാണ് ഈ പറഞ്ഞിരിക്കണത്. നദിയുടെ പടമാണ്. എന്ന് വെച്ചാൽ വെള്ളം ഒഴുകി പോണ നദി. അയ്യോ അത് തന്നെ ഞാൻ പറഞ്ഞത്. കൂട്ടിലിരിക്കും തത്തമ്മയ്ക്ക് മാനത്തൊന്നു പറക്കണം, നാടും നഗരവും കാണണം, തത്തി തത്തി നടക്കണം. തത്തി നടക്കുമെന്ന് പറഞ്ഞാൽ നാടും നഗരം. നമ്മളെ വീട്ടിലൊക്കെ ഇങ്ങനെ വന്ന് നടക്കണമെന്ന്. അപ്പൊ ഇങ്ങനെ ചാടി ചാടി നടക്കണമെന്ന്. അത് പറക്കുമ്പോ പറഞ്ഞങ്ങ് പോവും. തത്തി നടക്കണമെന്ന് പറയുമ്പോ രണ്ട് കാല് വെച്ച് ഇങ്ങനെ നടക്കണമെന്ന്. ഏത് പാട്ട്? ഹോംവർക്ക് എഴുതാനാണ് നമ്മൾ വന്നിരുന്നത്. പെൻസിൽ എവിടെ? ഇച്ചു പെൻസിൽ എവിടെ? ഇച്ചു ഈ ഹോംവർക്ക് എഴുതുന്നത് ഇലകൾക്കുണ്ടേ പല രൂപം, ഇഞ്ചിക്കുണ്ടൊരു നീളനില, ഇമ ചിമ്മാതി നോക്കിണ ഇഷ്ടം തോന്നും പച്ചയില. ഇതാണ് പച്ചയില. അത് അനു കണ്ണാടി നോക്കണം. മനു കണ്ണാടി ഇങ്ങനെ കാണിച്ചു കൊടുക്കണം. നമ്മളിപ്പോ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? ഇത് മനു ഇല്ല. നമ്മളിപ്പോ എന്തിനാണ് വന്നിരിക്കുന്നത്? ഹോംവർക്ക് എഴുതാൻ വേണ്ടി വന്നതാണ്. കണ്ട, ഡൈവേർട്ട് ചെയ്ത് വിട്ട് ഒരു പാട്ടൊക്കെ പാടിച്ച് ഡൈവേർട്ട് ചെയ്ത് എല്ലാം വിട്ടു. ഇതാണ് നമ്മുടെ ഇച്ചുവിന്റെ പരിപാടികൾ. കുത്തിക്കൂടെ എഴുതും. ഞാൻ ഉറങ്ങുമേ എഴുതണേ. ഇപ്പൊ ഏതക്ഷരം എഴുതണത്? ഗുഡ് എഴുത. അതും എഴുതണം. പെട്ടെന്ന് ആവട്ടെ. ഇത് പുറത്തു പോയി. നമ്മൾ കളിക്കാൻ പുറത്താണല്ലേ എഴുതിയാണ്. എന്തോ ഇല്ല, വൃത്തിയൊക്കെ ഉണ്ട്. എഴുതാ. ഇവിടെ റായായിരുന്നു എഴുതേണ്ടത്. രായിൽ കയറി എഴുതാൻ തുടങ്ങിയത്. നല്ലതുപോലെ പുറത്ത് പോകാതെ എഴുത. അടുത്തത് അത് ഇപ്പൊ രായില്ല എഴുതണത്. റാ എഴുതണ്ട. എന്നെ വെറുതെ പല്ലേപ്പിക്കല്ലേ. എഴുതിക്കോ. ഏത് എഴുതാനൊക്കെ ചെറിയ ഉടായ്പ പരിപാടിയൊക്കെ ഉണ്ട്. എങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതിയല്ലേ. ഞാനാണ് കഷ്ടപ്പെടുന്നത് മുഴുവൻ. 6 മണിക്ക് കയറിയ 10 മണിയായാലും എഴുതി തീരത്തില്ല. ഇന്നലെ ഞാനല്ലേ എഴുതിപ്പിച്ച അറബ്. പെട്ടെന്ന് എഴുതിയല്ല. ഇത് കാണിക്കണ വേലത്തരം കണ്ട ലൈനിലെഴുതു മുന്നോ. ഇത് ലൈനില് ഇതെന്തൊരു പിടിച്ചങ്ങോട്ട് ലൈനിന്റെ അകത്ത് എഴുതിയാണ്. ഇതെല്ലാം പുറത്തു പോയി.
അങ്ങോട്ട് ലൈനിലോട്ട് എഴുതിയാണ്. എഴുത്. പതുക്കെ. ഓക്കെ, അതുപോലെ എഴുത്. കണ്ണൊക്കെ തിരുമുന്നുണ്ട്. മിണ്ടാതിരിക്കുക. ആവട്ടെ. പറഞ്ഞു കൊടുത്താൽ ഇനി അത് മതി. കണ്ടോ, ഞാൻ പറഞ്ഞല്ലേ അതാണെന്ന്. ആ വന്ന് പല്ലിയൊന്ന് വീഴുവാവോ? അവിടെയൊക്കെ പല്ലികളുണ്ട്. പല്ലിയൊന്ന് വീഴും കേട്ടോ. പല്ലിയൊന്ന് വീഴും കേട്ടോ. പെട്ടെന്ന് എഴുതിക്കോ. വിച്ചു മകളിൽ പല്ലി ഇരിക്കുന്നു. എഴുതിക്കോ. കണ്ട പല്ലി വിളിക്കാണ്. ലൈനിൽ കൂടെ എഴുതണേ. സാരിയ വെച്ച് വെച്ചേക്കുന്നത്. സാരിയ എന്തൊരു എഴുതി വെച്ചേക്കുന്നത്? സാരിയ സീരിയ. ലൈനിൽ കൂടെ എഴുതിയാണ്, കുത്തി പിടിച്ചെഴുതിയാണ്. എഴുതിക്കോ, ടൈമില്ല. ഓ, ഉറങ്ങണ്ടേ? ഞാൻ അടുക്കളയിൽ പോട്ടാ. ആ പീച്ചും കൂടെ ഇരുന്ന് എഴുതോ? കുഴപ്പമില്ലല്ലോ. കംപ്ലീറ്റ് ചെയ്യോ? പിന്നെ എഴുത്. അതെന്താ എഴുതാത്ത? ഇത് ഹോംവർക്കാണ്, ഇത് ഹോംവർക്കാണ്, ഇത് ഹോംവർക്കാണ്. ഇതൊന്നും എഴുതണ്ട, ഇത് എഴുതണ്ട കേട്ടോ. ഇത് നാളെ എഴുതാം നമുക്ക്. കണ്ണടച്ചിരിക്കും. അയ്യോ, ഇതാണ് ഹോംവർക്ക്. ഇത് 3 ടീച്ചർ ടിക്ക് ചെയ്തിരിക്കണേ. ഇത് 3 ഹോംവർക്ക്. ഇതൊന്നും ഹോംവർക്ക് അല്ല. പോലെ ഇത് കണ്ണടച്ചിരിക്കാൻ പറഞ്ഞിട്ട് അത് എഴുതണത്. ഞാൻ പേടിക്കാനും വേണം. അങ്ങോട്ടിരുന്ന് എഴുത്. ഇങ്ങനെ ഇരിക്കണം. നീ ആവശ്യമില്ലാത്ത എഴുതാതെ ഇത് എഴുതിയാണ്. ഇതെഴുത്. അതെഴുതണ്ട, അതെഴുതണ്ട. ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ഇച്ചൂസിന്റെ പഠിത്തമൊക്കെ. ഇങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത്. ഇങ്ങനെ കണ്ണടച്ചിരിക്കണം. അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് ഇച്ചൂസിന്. അവൻ ആവശ്യമുള്ള എഴുതൂല, ആവശ്യമില്ലാത്തതൊക്കെ എഴുതുള്ളൂ. ഇവിടെ കണ്ണടപ്പും കണ്ണ് തുറപ്പും ഒക്കെ നടക്കുള്ളൂ. ഈ വീഡിയോ ഇന്നല്ല, നാളെ രാവിലെ 24 മണിക്കൂർ ഇരുന്നാലും തീരത്തില്ല. വൈക്കം മര്യാദയ്ക്ക് അടച്ചു വെച്ചിട്ട് പോകും. അപ്പൊ ഇത്രയും നേരം നമ്മുടെ ഈ കോമാളിത്തരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും, നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നന്ദി. അപ്പൊ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കണേ, മറക്കരുത് കേട്ടോ, പ്ലീസ്. എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. ഒരു ബൈ പറയടേ. ബൈ ബൈ.